അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിന്ന് സിനിമകൾ ഒഴിവാക്കാൻ കേന്ദ്ര നിർദ്ദേശം 19 സിനിമകളാണ് മേളയിൽ നിന്നും ഒഴിവാക്കിയത്. IFFKക്ക് കേന്ദ്രത്തിന്റെ പ്രദർശനാനുമതി ആവശ്യമാണ്. ഇത് നൽകാത്തതിനെ തുടർന്നാണ് 19 സിനിമകളുടെ പ്രദർശനം ഒഴിവാക്കിയത്. കേന്ദ്രത്തിന്റേത് ഭയപ്പെടുത്തുന്ന ഇടപെടലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. മേളയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവമെന്ന് സംവിധായകൻ കമലും പ്രതികരിച്ചു. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിന്ന് 19 സിനിമകൾ ഒഴിവാക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. മേളയുടെ ഉദ്ഘാടന ചിത്രമായ പലസ്തീൻ 36, ഈ വർഷം 100 വർഷം തികയുന്ന റഷ്യൻ വിപ്ലവം പശ്ചാത്തലമായ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ, സ്പാനിഷ് സിനിമ ബീഫ് ഉൾപ്പെടെ 19 സിനിമകൾക്ക് ഇതുവരെ കേന്ദ്ര വാർത്താവിതരണ വിനിമയ മന്ത്രാലയത്തിന്റെ പ്രദർശനാനുമതി ലഭിച്ചിട്ടില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്ന് ഉയരുന്നത്. ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവും ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരുമായി കൃത്യമായ ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ വ്യക്തമാക്കി. ഇത് വളരെയധികം ബാധിക്കുന്നത് ഷെഡ്യൂളിങ്ങിനെയാണ്. കാണികൾക്ക് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടുമാണ്. പല വിസ എടുത്ത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിലിം എന്തൂസിയാസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇവിടെ ടിക്കറ്റും എടുത്ത് വന്നിരിക്കുകയാണ്. ഇത് ക്യാൻസൽ ചെയ്യണത് ഒട്ടും സുഖമുള്ള ഒരു അവസ്ഥയല്ല നമ്മുടേത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത്തരമൊരു സംഭവം ആദ്യമായാണ് ഉണ്ടാകുന്നതെന്ന് സംവിധായകൻ കമലും അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായതെന്ന് അടൂർ ഗോപാലകൃഷ്ണനും പ്രതികരിച്ചു. ചലച്ചിത്ര അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല, ബാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇതിപ്പോ ഒരു അപ്രതീക്ഷിതമായൊരു സംഭവമാണ്. ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഇന്നലെ 3 പടങ്ങൾ ഷെഡ്യൂൾ പ്രകാരമുള്ളത് ക്യാൻസലായി. പശുവിൻ്റെ ഇറച്ചി എല്ലാവരും കഴിക്കണമെന്നല്ല, അതിൻ്റെ അർത്ഥം അതല്ല. അത് ബീഫ് എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. അതിൽ പശുവിൻ്റെ ഇറച്ചിയെ പറ്റി അല്ല അത്. അതിങ്ങനെ ടൈറ്റിൽ കണ്ടിട്ട് ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു അറിവുകേട് കൊണ്ടാണ്, ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഈ പടങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ചലച്ചിത്രമേളയെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അനുമതി നൽകാത്തവരെ ഭ്രാന്തന്മാർ എന്നേ വിളിക്കാൻ കഴിയുമെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. ഈ ചലച്ചിത്രമേളയെ തന്നെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഇത് ഭരണഘടനാദത്തമായ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം കൂടിയാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ പോലും മോഡിയും അമിത്ഷായും കൂടെ ചേർന്ന് അനുവദിക്കുകയില്ല. ക്ഷമിക്കണം, ഒരാളുടെ പേര് വിട്ടുപോയി, മോഹൻ ഭഗത്ത്, RSSന്റെ ചീഫ്. ഇവർ ഒരു സാംസ്കാരിക ജീവിതം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിഷേധിക്കുകയാണ്. ഇതുവരെയായി 10ലേറെ സിനിമകളാണ് മേളയിൽ നിന്ന് ഒഴിവാക്കിയത്. ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.